സുഹൃത്തുക്കളെ, നമ്മൾ ബോധിയുടെ ഒരു ചർച്ചാ ഗ്രൂപ്പാണ്. എല്ലാ മാസവും സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ മാസം നടന്നു പോകും. നല്ലൊരു പ്രാദേശിക പ്രദേശത്ത് ഇത്തരം ചർച്ചാ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്നതിന് നമ്മൾ കേരളീയ സമൂഹത്തിൽ നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ പ്രദേശത്ത് പോലും ഇങ്ങനെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് അത്ര സജീവമല്ല. എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രത്യേക ഗ്രൂപ്പുകളല്ല രാഷ്ട്രീയ പാർട്ടികളെ പിന്നിലുള്ള ഗ്രൂപ്പുകളാണ്. സ്വതന്ത്രമായ ചർച്ചകൾ നടക്കുന്നില്ല കേരളത്തിൽ എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ വെള്ളാടുള്ള പ്രദേശത്ത് ബോധി സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് നല്ല ശ്രദ്ധ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് അത്ര രീതിയിലുള്ള ഒരു ശ്രദ്ധ ഇല്ല. നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പൊതു ചർച്ചയാണ്. നമുക്ക് സാധാരണ ഇതിൽ ഏതെങ്കിലും വിഷയ അവതരണം ഓർക്കുന്നുണ്ട്. ഇത് പൊതു ചർച്ച. കാരണം ഈ വിഷയം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ജനങ്ങളും ജനപ്രതിനിധികളും എന്ന വിഷയമാണ് നമ്മൾ പൊതു ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ രീതിയിൽ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷനിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എങ്ങനെയാണ് വോട്ട് പിടിച്ചെടുക്കണം. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഭരണനിർവഹണത്തിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വരെ ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം വെച്ചാൽ ഈ ഭരണാധികാരികൾ നമുക്ക് ജനാധിപത്യം പ്രക്രിയ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രാജാധിപത്യം രാജാവായിരുന്നു കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കോളനിയാണ്, ബ്രിട്ടന്റെ കോളനിയാണ്. അപ്പോൾ ഈ രാജാധിപത്യ കാലഘട്ടത്തിൽ ഉടമകളും അടിമകളും എന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ജനാധിപത്യത്തിലേക്ക് പല മേഖലയിൽ കടന്നിട്ടുണ്ട്. ജനാധിപത്യം നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളിലെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭരണനിർവഹണത്തിൽ മാത്രമല്ല ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളാണ് പ്രധാനമെന്നതിൽ പറയുന്നുണ്ട്. ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ജോലികൾ എന്തൊക്കെയാണ് ക്രമീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ പൊതുബോധത്തിൽ അല്ലെങ്കിൽ പൊതു സെറ്റിങ്ങിൽ ജനങ്ങൾക്ക് ജനപ്രതിനിധികൾ എന്നുള്ളത് അധികാരികളും, ഇത് ജനപ്രതിനിധികൾ അവരുടെ സെറ്റിങ്ങിൽ അധികാരികളാണെന്നും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ഇത് തോന്നലല്ല, ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശാസ്ത്രം വെച്ച് നോക്കണമെങ്കിൽ കുറച്ച് ശരിയാണ്. ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ, നമുക്ക് പാർലമെന്ററി ജനാധിപത്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ സാധാരണ ജനങ്ങളിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തമാണ്. ആ പ്രതിനിധി വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രരീതി, അദ്ദേഹത്തിൻ്റെ ആ പ്രതിനിധിയുടെ യാത്രാ രീതി എല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തത ചെങ്കോൽ എന്ന് പറയുന്നത്, അപ്പോൾ രാജാവ് വരുന്നത് പൊതുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പൊതുജനം അദ്ദേഹം ഒരു വ്യത്യസ്ത മനുഷ്യനിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മളെ ബ്രെയിനിൽ ഉണ്ടാകുന്നതാണ് ഈ അടിമബോധം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. ഒരു മന്ത്രി അല്ലെങ്കിൽ MLA ആരെങ്കിലും വന്നാൽ അദ്ദേഹം വരുന്ന കാറ് കാണുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുക, തിരിഞ്ഞു മാറുകയാണ്. അതായത് അതിന് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ അലാറം വെച്ചും ബോർഡ് വെച്ചും ഒക്കെ ജനങ്ങളെ മാറ്റുന്ന പ്രക്രിയ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ജനപ്രതിനിധികളുടെ കർത്തവ്യങ്ങളെ കുറിച്ചൊക്കെ പലരും പറഞ്ഞേക്കാം. എൻ്റെ മനസ്സിലാവുന്നത് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനസേവകരാണ്. നമ്മുടെ അനേകം ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ്. ജനസംഖ്യ വളരെ കൂടുതൽ രാഷ്ട്രമാണ്. എല്ലാവർക്കും നിയമനിർമ്മാണ സഭയിൽ പോയിരുന്ന് ഒത്തുചേരാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ ആൾക്കാർ ഒരു ജനപ്രതിനിധികളെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ നമ്മുടെ പ്രതിനിധിയായി ഒരാളെ തിരഞ്ഞെടുത്ത് വിടുന്നു. നിയമനിർമ്മാണ സഭയിൽ ഭരണനിർവഹണത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ജനങ്ങളുടെ പ്രതിനിധി മാത്രമാണ്, അല്ലാതെ ജനങ്ങളുടെ അധികാരികളല്ലെന്ന് ബോധ്യമാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ ജനപ്രതിനിധി വരുമ്പോൾ നമ്മളല്ലേ എഴുക്കേണ്ടത്, നമ്മൾ പോരുമ്പോൾ അവരെഴിച്ച് നമ്മളെ ബഹുമാനിക്കേണ്ടത്. ബഹുമാനം എന്ന പ്രധാനം തന്നെ ജനാധിപത്യത്തിലെ ഗർദ്ദീയപ്പെടുന്ന സാധനമാണ്. അപ്പൊ ഇതാണ് നമ്മൾ പൊതു ചർച്ചയിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് പൊതുബോധത്തില്, ഈ പൊതു സമൂഹത്തില് നമുക്ക് ജനപ്രതിനിധികളും ജനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അറിവ് നൽകാൻ നമുക്ക് കഴിയുന്നത്. അല്ലാതെ ഇവിടെ ക്യാപ്റ്റനും ലീഡറും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റനും ലീഡറുമല്ല, ജനങ്ങളുടെ പ്രതിനിധിയാണ് താങ്കളെന്ന് നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയം. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ ചർച്ച ചെയ്യണം.
എനിക്കൊന്ന് ആദ്യം എനിക്ക് തോന്നുന്നു നമ്മളെ വിൽഫ്രഡ് സാറ് സംസാരിക്കുന്നു തോന്നുന്നു. വിൽഫ്രഡ് സാർ സംസാരിച്ചിട്ട് നമുക്ക് സാറിന് എനിക്ക് നേരത്തെ പോകണം പറഞ്ഞിട്ടുമുണ്ട്. സാറിന് ആദ്യം സംസാരിക്കും. പറയുമ്പോൾ സമയക്രമീകരണം നമുക്ക് കൂടുതൽ സമയം വെച്ചാൽ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും 1.5 മണിക്കൂർ നിർത്താനുള്ള ശ്രമമാണ്. ഓക്കെ. അതെ അതെ അതെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു സബ്ജക്റ്റാണ് ഇത്തവണ ഈ മാസം ചർച്ചയ്ക്കായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ജനപ്രതിനിധികളും ജനങ്ങളും ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ രണ്ട് സംജ്ഞകൾ. അപ്പം ജനാധിപത്യത്തിൽ നിന്ന് തുടങ്ങിയെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ട്. ചരിത്രപരമായി ജനാധിപത്യം ആരംഭിക്കുന്നത് പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. അവിടെ രാജാവ് കൽപ്പിക്കും, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൊണ്ടുവന്ന് ശിക്ഷ നടപ്പാക്കുന്ന ഒരു പദ്ധതി. അതൊരു വലിയൊരു ഒരു ഒരു കൊത്തളമാണ്. ഈ കൊത്തളം ഓഡിയൻസിൽ ഇരിക്കാനായിട്ടുള്ള സ്ഥലം പൊക്കത്തിലും, ഇതൊരു താഴ്ന്ന സ്ഥലം, ഒരു ഈ മൽപ്പിടുത്തം നടത്തുന്നുണ്ട്, ബോക്സിങ്, അതുപോലുള്ള ഒരു സ്ഥലം. കുറ്റവാളിയെ അവിടെ കൊണ്ടുവരും ആ ബോക്സ്. എന്നിട്ട് 1 or 2 ദിവസം പട്ടിണിക്കിട്ട കടുവ, സിംഹം, അങ്ങനെ ക്രൂരമൃഗങ്ങളെ പട്ടിണിക്കിട്ടിട്ട് തുറന്നു. ഇവർ തമ്മിലുള്ള മൽപ്പിടുത്തം കാണുക എന്നുള്ളതാണ് എൻ്റർടൈൻമെൻറ്റ് അന്നത്തെ ജനത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഘട്ടം. അങ്ങനെ ഈ ക്രൂരമൃഗങ്ങൾ ഈ കുറ്റവാളിയെ മർദ്ദിച്ചും കടിച്ചും കീറിയും ഉപദ്രവിച്ചും വരും. അത് തുടർന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ ഒരു കുറ്റവാളി ശിക്ഷ വിധിക്കുമ്പോൾ ഉറക്കെ നിലവിളിക്കുക, എനിക്ക് പറയാനുള്ളത് കേട്ടില്ല, എനിക്ക് പറയാനുള്ളത് ആരും കേൾക്കുന്നില്ല, കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഉടനെ ജനങ്ങളിൽ നിന്ന് ആരവമുണ്ടായി, അവൻ പറയുന്നതും കേൾക്കണം, അവൻ പറയുന്നതും ഞങ്ങൾക്ക് കേൾക്കണം. അപ്പോ രാജാവിൻ്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹം ഇത് കാണാനായിട്ട് വന്നു. അതിന് രാജാവിന് കീഴ്പ്പെടേണ്ടി. അങ്ങനെ കീഴ്പ്പെടേണ്ടി വന്നപ്പോൾ അയാൾക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് ശിക്ഷ തീരുമാനിക്കാൻ ജനത്തിനും അവകാശം. അങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ തുടക്കം. ജനത്തിന് പറയാനുള്ളത് അത്രയും കാലം വരെ ആരും കേട്ടിരുന്നില്ല. ഒരു കുറ്റവാളിക്ക് അയാൾക്ക് പറയാനുള്ളതും ആർക്കും കേൾക്കണമെന്നില്ല, കേട്ടിരുന്നില്ല. ഇതിൽ നിന്നാണ് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ ബോത്ത് സൈഡ്സ് മസ്റ്റ് ബി ഹേർഡ്, ഇരുഭാഗവും കേൾക്കുക എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആരംഭം. ഇതിന് കാലക്രമത്തിൽ പല 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 മാറ്റങ്ങളും വരുത്തിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക്, ഭരണത്തിലേക്ക് പ്രതിനിധികളെ അയക്കുക എന്ന് പറയുന്നത്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ 2 കൃത്യമായ സ്വഭാവങ്ങളാണ് റീകോൾ ആൻഡ് റഫറൻഡം. അത് നിലവിലിരുന്നത് ഗ്രീസിലാണ്. പണ്ട് പുരാതന ഗ്രീസിലാണ് അത് നിലവിലുന്നത്. ഇന്നും ഒരിടത്തുമില്ല. പുരാതന ഗ്രീസിലുണ്ടായിരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഏതൊരു കാര്യം, സാമ്പത്തികവും പ്രധാനമായും സാമൂഹ്യമായതും അടുത്ത പ്രയോറിറ്റിയിലും,
ഉള്ള സംഗതികളെല്ലാം തന്നെ ജനങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് വിട്ടുകൊടുത്തിരുന്നു. ജനങ്ങളുടെ അഭിപ്രായം അല്ലാതെ ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ഭരണ സംവിധാനം നടപ്പിലാക്കിയിരുന്നില്ല. 2, ആരെങ്കിലും ഭരണാധികാരികളോ ആരെങ്കിലും അതിന് ശ്രമിക്കുമെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള അധികാരം ജനങ്ങൾക്ക്. അങ്ങനെ ആ 2 പ്രക്രിയകൾ, റഫറണ്ടം, റീകോൾ, ഈ 2 പ്രധാനപ്പെട്ടതും അടിസ്ഥാന ശിലകളുമായ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലുകളിലാണ് തെരഞ്ഞെടുപ്പും പ്രതിനിധികളെ തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ലഭ്യമാകും. അങ്ങനെ ലഭ്യമായ അവകാശങ്ങൾ പ്രായേണ ഒരു വിഭാഗം എല്ലാ ജനങ്ങളെയും കേൾക്കണ്ട, എല്ലാ ജനങ്ങളും എല്ലാ പൗരന്മാരും തീരുമാനമെടുക്കുന്നതിൽ പങ്കെടുക്കേണ്ടതില്ല. പകരം പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ചിലരെ ഉൾപ്പെടുത്തി ഒരു സംവിധാനം രൂപപ്പെടുത്താം. അങ്ങനെയാണ് സംസ്ഥാനങ്ങളിലോ രാഷ്ട്രങ്ങളിലോ ഗവൺമെൻറ് ഭരണഘടനയും നിയമങ്ങളും ഉണ്ടാക്കപ്പെട്ടും ജനങ്ങളുടെ അവകാശം കവർന്നെടുത്ത് കുറച്ച് പേരിൽ നിക്ഷിപ്തമാണ്. അവർ തീരുമാനമെടുക്കും, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യപ്പെടാൻ ഫോറവും ഇല്ല, പിന്നെ ഗ്രൗണ്ടും ഇല്ല, അതോടൊപ്പം അവകാശമുണ്ട്. ആ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് നമുക്ക് ജനാധിപത്യം. അവിടെ ജനങ്ങളുമുണ്ട്, ജനപ്രതിനിധികളുമുണ്ട്. ഇനി ഇലക്ഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംവിധാനം, ഏറ്റവും വലിയ പ്രക്രിയ. അതാണ് ജനാധിപത്യത്തിൻ്റെ സർവ്വം എന്ന് ഒരു തെറ്റായ ധാരണ എല്ലാവരിലും ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ചതിന് ഫലമായിട്ടാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ടും ഞങ്ങളുടെ പരമാധികാരം ഉപയോഗിക്കുന്നു എന്നും ധാരണയാണ് പരത്തിയിരിക്കുന്നത്. യാഥാർത്ഥ്യം വേറെയാണ്. തിരഞ്ഞെടുക്കുന്നത് വരെ മത്സരിക്കുന്ന കാൻഡിഡേറ്റും ഈ ജനങ്ങളും ഒന്നാണ്, ഒരുപോലാണ്. മത്സരാർത്ഥികൾ വിജയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ മോഡേൺ ഡെമോക്രസി അനുസരിച്ച് അയാൾ ഭരണവർഗത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നു. മറ്റുള്ളവരെല്ലാവരും ഭരിക്കപ്പെടുന്ന വിഭാഗത്തിൽ പെടും. എന്ന് പറഞ്ഞാൽ അടിമകളും ഉടമയും വീണ്ടും. അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നതും തീരുമാനമെടുക്കുന്നതിലും യാതൊരുവിധ ഭാഗവാക്കാകാനോ ഒരു അഭിപ്രായം പറയാനോ സാധ്യമല്ലാത്ത വിധത്തിൽ ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതാണ് ആധുനിക ജനാധിപത്യം. ഇതിന് ഒരു പേര്, സ്യൂഡോ ഡെമോക്രസി, PSEUDO, കപട ജനാധിപത്യം, സ്യൂഡോ ഡെമോക്രസി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആധുനിക ഡെമോക്രസിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേരതാണ്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ മോഡേണൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് യന്ത്രമാണ്. ലോകത്ത് ഒരിടത്തുമില്ല, ലോകത്തിൽ ഒരിടത്തും ഇലക്ട്രോണിക് VVPAT യന്ത്രം ഉപയോഗിക്കുന്നില്ല, മെഷീൻസ് ഉപയോഗിക്കുന്നില്ല. കാര്യം മാനിപ്പുലേഷൻസിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് ആ സാധനം എന്ന് മനസ്സിലായി. അതിനൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്രോൾ അടിക്കാൻ പോകും, എല്ലാവരും
എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു. പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ജാർ വെച്ചിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മൾ ഒഴിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ച് 5 ലിറ്ററിൻ്റെ ഒരു ജാറാണ്. നോക്കുമ്പോൾ 5 ലിറ്റർ അത് ഫുള്ളായി കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കുറവാണ്. ശരാശരി 50 മില്ലി ലിറ്റർ മുതൽ 100, 150 വരെയും ചിലർന്ന് കാണാറുണ്ട് 1 ലിറ്റർ. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അത് റിമോട്ട് സെൻസിങ് ആണ്. ഒരു റിമോട്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒഴിക്കാൻ പറയുമ്പോൾ കറക്റ്റായിരിക്കും. അത് കഴിഞ്ഞാൽ അവിടുത്തെ റിമോട്ടിൽ ചെയ്യും. ഒരു സിഗ്നൽ ലൈറ്റിൽ സിഗ്നൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പോലെയാണ്. സിഗ്നലിന് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. ഏത് റൂട്ടിലേക്ക് വേണമെങ്കിലും ടൈം കൂടുതൽ കൊടുക്കണം. ഇങ്ങനെയുള്ള ആ സംവിധാനം മാറിയാൽ, പേപ്പർ ബാലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രവണത ഇല്ലാതാവും. അങ്ങനെ ജനാധിപത്യത്തിന് ജനങ്ങളുടെ മുഖം, പൗരന്റെ മുഖം കൊടുക്കണമെങ്കിൽ പൗരന്മാരാണ് നേരിടുന്നത്. പൗരന്മാർ ഈ വിവിപാറ്റിനെതിരെയും ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം ഇതാണ്. ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. അത് ആൾക്കാർ വിശ്വസിപ്പിക്കണം. ഇത് സത്യസന്ധമാണ്, കറക്റ്റാണ്. അടുത്ത് വരാൻ പോണത് ആരാ? UDF ആയിരിക്കും, അല്ല സോറി NDA ആയിരിക്കും. അതുപോലെ മാനിപ്പുലേഷൻ നടത്താൻ ഏറ്റവും അധികം സൗകര്യം വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് ചെയ്യാം. അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് ഭരിക്കപ്പെടുന്ന വർഗമായും ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ഭരണവർഗമായും ഭരണവർഗം ഭരിക്കപ്പെടുന്ന വർഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ മുതൽ മുടക്കുകൊണ്ട് ജീവിക്കുന്ന ഒരു വർഗമായും മാറുന്ന ഒന്നാണ് ഇന്ത്യയിലെ ജനാധിപത്യവും ജനപ്രതിനിധികളും ഈ ജനങ്ങളും ജനപ്രതിനിധികളും സാറ് അങ്ങോട്ട് പോയി മറ്റേ വിവാദം ഉള്ള വിഷയങ്ങളിലേക്ക് അത് വേറെ വിഷയമാണ് പറയപ്പെട്ടത്. വിവിപാറ്റും സർവ്വത ഒരു പോയിന്റ് എനിക്ക് പോകുന്നത് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ മനുഷ്യരെ ക്രൂരമായി ക്രൂരത കാണിച്ചാണ് മരിക്കാതെ ഒരു സ്ഥലത്ത് വിടും. കൗതുകം എനിക്ക് തോന്നിയത് അത് ശരിയാണ്. അതിൽ നിന്നാണ് ഈ നഗരം എന്നുള്ള ഈ നമ്മൾ നഗര സ്വർഗ സങ്കല്പം എന്നുണ്ടായത് അതിൽ നിന്നാണ് ഞാൻ കേട്ടത്. അതായത് രാജാവിൻ്റെ പ്രതിനിധികൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇവരെ ശിക്ഷിച്ചുകൊണ്ട് ഈ മാലിന്യ കുമ്പാരത്തിൽ കൊണ്ടിടുമ്പോൾ അവിടെ പുഴുത്തരിച്ച് അവസാനം മരിക്കും. ഈ സങ്കല്പത്തിൽ നിന്നാണ് ഈ നരക സ്വർഗ സങ്കല്പം ഉണ്ടാകുന്നത് ചില ചരിത്രകാരന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറ് പറഞ്ഞ വേറൊന്നുണ്ട്, ഈ ഏകാധിപതികൾ, അത് ഇറാനിലൊരു സിനിമയാണ് ദി പ്രസിഡന്റ്, ഇറാനിലെ സിനിമ വളരെയധികം ശ്രദ്ധയിലൂടെ അതിലൊരു ഏകാധിപതി ഈ ഒരു ചെറുമകൻ്റെ ഇഷ്ടം അനുസരിച്ച് ലോകത്തെ പള്ളിയിൽ കൊണ്ടുപോകാം. പക്ഷെ അവസാനം ജനം മറുപടി കൊടുക്കാറ്. ജനമാണ് പ്രധാനം എന്നുള്ളതിൽ ജനസിൻ്റെ കൊടുക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഫ്രണ്ട് സാറ് ജനാധിപത്യത്തിൻ്റെ ഉദയം, അതിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ ഒക്കെ വിശദമായി സംസാരിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ പൊതുവെ നമ്മളെ പ്രബുദ്ധ ജനത എന്നാണ് വിളിക്കാറ് കേരളീയ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രബുദ്ധത, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ ആളുകൾക്ക് വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആളുകൾ പല അറകളിലായി അല്ലെങ്കിൽ പല ചേരികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതി, മതം, കക്ഷി രാഷ്ട്രീയം, ഇങ്ങനെ പല പല അറകളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ തങ്ങളുടെ ജാതിയിൽപ്പെട്ടവരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവൻ കേരളം, അല്ലെങ്കിൽ അവൻ നമ്മുടെ ആൾ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവൻ നമ്മുടെ ആൾ.
അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ സ്ഥിരമായി വിശ്വസിക്കുന്ന പാർട്ടി. ഞാൻ ജനിച്ചപ്പോഴേ ഇന്ന പാർട്ടിയാണ്, മരിക്കുമ്പോഴേ ഇന്നത് തന്നെയായിരിക്കും. അവരെന്ത് പൗരത്തിനമോ കാണിക്കട്ടെ, ഞാനും എൻ്റെ കുടുംബക്കാരും പണ്ടേ ഇന്ന പാർട്ടി. അപ്പൊ അങ്ങനെ പല ചേരികളിലായി നിൽക്കുന്ന ആളുകൾക്ക് എന്ത് രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന് പറയാൻ, വിദ്യാഭ്യാസം ഉള്ള ആളുകൾ പോലും ഇങ്ങനെ ചേരികളിലായി കഴിഞ്ഞ് പല രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥിരമായി വോട്ട് ചെയ്ത് അവരുടെ പ്രവർത്തനം നോക്കിയല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉള്ള ആളുകളെ നോക്കി രാഷ്ട്രീയക്കാർ വിളിക്കുന്നതാണ് പ്രബുദ്ധ ജനത. എന്നാൽ ഉത്തരേന്ത്യക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രബുദ്ധത തന്നെ എന്ന് പറയേണ്ടിയില്ല. വേറൊന്ന്, പ്രതികരണ ശേഷി നമുക്ക് പൊതുവെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ പണി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അയലോകത്തുള്ള ഒരു പണിക്കാരനുണ്ട്. കാട്ടുപന്നിയുടെ ശല്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വർത്തമാനം പറഞ്ഞു. ഭയങ്കര ഉപദ്രവമാണ്, ഒരു തലത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരാതി പറഞ്ഞു. എന്നാൽ ഇങ്ങനെ പരാതി പറയുന്ന ജനം ഒരുമിച്ച് അതിനെതിരെ പ്രതിഷേധിക്കുകയും അധികാരികളെ കൊണ്ട് നടപടി എടുപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടം എത്തുമ്പോൾ പറവട്ടു. അപ്പൊ അങ്ങനെ പ്രതികരണ ശേഷി കുറഞ്ഞ ജനമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പ്രചരണ കോലാഹലങ്ങൾ മയങ്ങിപ്പോകുന്ന ജനതയാണ്. കലാശക്കൊട്ടൊക്കെ കാണാൻ, ഉത്സവം കാണാൻ പോകും പോലെയാണ് ആളുകൾ പോകുന്നത്. മനുഷ്യനെ ഭ്രാന്തടിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് എന്തോ ജനങ്ങൾക്ക് അത് തോന്നാതെ അതൊരാഘോഷം പോലെ. അതുപോലെ തന്നെ കിറ്റുകളിൽ മയങ്ങിപ്പോകുന്ന ജനത, ഇലക്ഷന് ഏതാനും ദിവസം മുൻപ് പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികളിൽ മയങ്ങിപ്പോകുന്ന ജനത, പ്രകടന പത്രികകൾ, സർക്കാരുകൾ ഇറക്കുന്ന പ്രകടന പത്രികകളുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ജനത, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവരുടെ എഴുന്നള്ളത്ത് രാജാക്കന്മാരെ പോലെ എഴുന്നള്ളം നടത്തുന്നു, റോഡ് ഷോകൾ, അവരുടെ മുഖം കാണാൻ പാഞ്ഞു പോകുന്ന ജനത. അപ്പൊ ഇങ്ങനെ ഈ രാഷ്ട്രീയ ബോധവും പ്രതികരണ ശേഷി കുറഞ്ഞ പാർട്ടികളാണ് നമ്മുടെ മലയാളികൾ എന്നുള്ളതാണ് ഈ ജനങ്ങളും ജനപ്രതിനിധികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി പറയുമ്പോൾ ജനങ്ങളെ കുറിച്ച് എൻ്റെ മനസ്സിൽ പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാട്. ഇനി ഈ ജനപ്രതിനിധികളെ കുറിച്ച് പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട്, ഒരു ജനതയ്ക്ക് അവർ അർഹിക്കുന്ന ഭരണകൂടമേ കിട്ടും എന്നുള്ളത്. ജനം എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന ഭരണകൂടം. അപ്പൊ നമ്മുടെ ജനപ്രതിനിധികൾ, നേരത്തെ വിൽഫ്രഡ് സാർ പറഞ്ഞു, അധികാരം കിട്ടുന്നത് വരെ അവർ ജനപക്ഷത്തായിരിക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ നേരെ കോർപ്പറേറ്റ് പക്ഷം ആവും. ഇന്നത്തെ ശരാശരി രാഷ്ട്രീയക്കാരെ എടുത്ത് നോക്കിയാൽ അവർക്ക് പ്രധാനമായും 2 അജണ്ടകളാണുള്ളത് എന്ന് കാണാൻ പറ്റും. ഒന്ന് പണം, വേറൊന്ന് പദം. ഇത് രണ്ടുമാണ് നമ്മുടെ ശരാശരി രാഷ്ട്രീയക്കാരുടെ, 100% രാഷ്ട്രീയക്കാരുടെ ഞാൻ പറയുന്നില്ല, പൊതുവെ ഒട്ടുമുക്കാലും രാഷ്ട്രീയക്കാരുടെ പ്രധാന അജണ്ടകളിൽ 2 മാത്രമാണ്: പണവും പദവും. കൊടിയും നിറവും പ്രത്യയശാസ്ത്രവുമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വേലകൾ മാത്രമായിട്ടുമാണ് എൻ്റെ ഒരു റീഡ്. അപ്പോൾ ഇവര് ഈ പണവും പദവിയും രഹസ്യ അജണ്ടകളും മുഖ്യ അജണ്ടകളുമായി കൊണ്ട് നടക്കുന്ന ഈ രാഷ്ട്രീയക്കാർ, അവര് പാർട്ടി വളർത്താൻ ശ്രമിക്കും. നാട് വളർത്താനല്ല, പാർട്ടി വളർത്താൻ ശ്രമിക്കും. കാരണം പാർട്ടി വളർത്തിയാലേ അതിലൂടെ തങ്ങൾക്ക് പണവും പദവിയും നേടാൻ കഴിയും. അപ്പൊ ഇങ്ങനെ അവർ പാർട്ടി വളർത്താൻ വേണ്ടി സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ, ഒന്ന് പാവങ്ങൾക്ക് ചില്ലറ സഹായങ്ങളൊക്കെ നൽകും, അവർക്ക് വീട് വയ്ക്കാനുള്ള സഹായം, അതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ, അങ്ങനെയൊക്കെ കൊടുത്ത് അതിദാരിദ്ര്യമുക്ത പരിപാടി ഒക്കെ കൊടുത്ത് അവരെ എന്നും പാവങ്ങളായിട്ട് തന്നെ ഇട്ടു. പിന്നെ അവർ പാർട്ടി വളർത്താൻ സ്വീകരിക്കുന്ന രണ്ടാമത്തെ തന്ത്രം, അനുയായികൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പിൻവാതിൽ നിയമനങ്ങൾ തരപ്പെടുത്തുന്നു. അവർക്ക് അനർഹമായ വിധത്തിൽ പല ആനുകൂല്യങ്ങളും കൊടുക്കും, രഹസ്യമായും കുറച്ചൊക്കെ പരസ്യമായും. പിന്നെ ചെയ്യുന്നത്
സഹകരണ സ്ഥാപനങ്ങൾ നാടുനീളം അതിലെല്ലാം പാർട്ടിക്കാരെയാണ് തിരികയറ്റുന്നതെന്ന് നമുക്ക് കാണാം. പിന്നെ ഉള്ളത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്. ഇങ്ങനെയുള്ള അധികാരമോഹം കൊണ്ട് രാഷ്ട്രീയത്തിൽ എത്തിപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഇനി സർക്കാരുകൾ വമ്പിച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ആർക്കെന്ന് ചോദിച്ചാൽ അത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ്. കോർപ്പറേറ്റുകളുടെ ഏജന്റുമാരായിട്ടാണ് ഇന്ന് പലപ്പോഴും ഭരണകൂടങ്ങൾ നമ്മൾ ഭരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് നികുതി ഇളവുകളായി, അതുപോലെ തന്നെ കുടിശ്ശികകൾ എഴുതിത്തള്ളലുകളായി അനേകായിരം കോടി രൂപ കോർപ്പറേറ്റുകൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെ അസ്ഥിരമാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭരണം ഇവർ നടത്തുന്നത്. കാരണം ഇലക്ഷൻ ഫണ്ട്, പാർട്ടി ഫണ്ട്, സ്വന്തം ഫണ്ട് എല്ലാം അവരാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇടതായാലും വലതായാലും താമരയായാലും എന്നതാണ് എൻ്റെ ഒരു വീക്ഷണം. അങ്ങനെ അവർ ഭരിച്ചത് കാരണം ഇന്ത്യയിലെ 1% വരുന്ന അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ 40%, ഇന്ത്യയുടെ 40% സ്വത്തും സമ്പത്തും എത്തിക്കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണത്തിൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ സാമ്പത്തിക അസമത്വത്തിലാണ് ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത്. ഏത് പാർട്ടി വന്നാലും, ഏത് പാർട്ടി ഭരിച്ചാലും, അവരെന്തൊക്കെ പ്രകടന പത്രികകൾ ഇറക്കിയാലും കാതലായ കാര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നും എനിക്ക് തോന്നുന്നു. ഉദാഹരണമായി കേരളത്തിൽ 5.25 ലക്ഷം ഏക്കർ ഭൂമിയാണ് അനധികൃതമായി ഈ കൊച്ചു കേരളത്തിലാണ്. 3 സെന്റ് വീട് വയ്ക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാതിരിക്കുമ്പോൾ 5.25 ലക്ഷം ഏക്കർ ഭൂമി അനധികൃതമായി ടാറ്റ, ഹാരിസൺസ് മുതലായവർ കൈവശം വെച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്ന് മുതൽ കോടതി നടപടികൾ നടക്കുകയാണ്. സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ സമർത്ഥമായി തോറ്റുകൊടുത്തു കോടതി. അപ്പോൾ കാതലായ കാര്യങ്ങളിൽ സർക്കാരുകൾ കാര്യമായ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എയ്ഡഡ് മേഖല പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളുകൾ 56% സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണ്. ഇന്ന് കേരളത്തിൽ 56% സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളാണ്. അവിടെ അധ്യാപക നിയമനങ്ങൾ എങ്ങനെ നടക്കും? പൈസ വാങ്ങിച്ചുകൊണ്ട്, പൈസ ഉള്ളവന് മാത്രം പോസ്റ്റിംഗ്, യാതൊരു സംവരണ മാനദണ്ഡങ്ങളും അവർക്ക് പ്രശ്നമല്ല. ഈ ഒരു സ്ഥിതി ഇന്ത്യയിൽ 3-4 സ്റ്റേറ്റിലേ ഉള്ളൂ. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലും എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടെങ്കിലും സർക്കാർ ഇന്റർവ്യൂ നടത്തുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ അവർക്ക് പോസ്റ്റിംഗ് നടത്താൻ അധികാരമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മാനേജർക്ക് ഇഷ്ടം പോലെ നിയമിക്കാം. ഇതിനെതിരെ സുപ്രീം കോടതി വിധി വന്നു. 1957 വിദ്യാഭ്യാസ ബില്ല് സുപ്രീം കോടതി വരെ അംഗീകരിച്ചതാണ്. എന്നിട്ട് നടപ്പാക്കാൻ സർക്കാരുകൾക്ക് പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കാതലായ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ലാത്ത ഭരണകൂടങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ എം എൽ എമാരുടെ പണി നാഗേഷ് പോസ്റ്റ് ഇട്ടിരുന്നപ്പോൾ തന്നെ അതിലെഴുതിയിരുന്നു. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എം എൽ എക്ക് പണിയെന്ന് പറയുന്നത് റോഡ് ഉണ്ടാക്കൽ, പാലം ഉണ്ടാക്കലൊക്കെയാണെന്ന്. അല്ല, എം എൽ എമാർക്ക് പ്രധാന പണി എന്താണ്? അവര് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണം, നാട്ടിലെ വേണ്ട കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം, അതിനുവേണ്ടി നിയമസഭയിൽ പരിഹാരമുണ്ടാക്കാൻ നിയമസഭയിൽ ശബ്ദമുയർത്തണം. നിലവിലുള്ള നിയമങ്ങൾക്ക് ഭേദഗതികൾ, അതാണ് അവരുടെ പ്രധാന പണി. ഇന്ന് അവരത് ആ പണി അല്ല ചെയ്യുന്നത്. നാട് നിങ്ങളെ കല്യാണ വീടുകളിൽ ചെന്ന് ചിരിച്ചും മരണ വീടുകളിൽ ചെന്ന് കരഞ്ഞും ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെ പിടിച്ചു പറ്റാം, വോട്ട് എങ്ങനെ നേടാം, ഇതായിരിക്കുന്നു ഇന്ന് എം എൽ എമാരുടെ അവസ്ഥ. അപ്പൊ ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത്, എന്താണ്, കക്ഷി രാഷ്ട്രീയത്തിന് അടിമകളല്ലാത്ത വിധത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവുക, പൊതു ചർച്ചകൾ ഉണ്ടാവുക. നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ പൊതു ചർച്ചകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ അനീതിക്കെതിരെ ചെറുത്തു നിൽക്കുന്ന നമ്മളെല്ലാം, ഒരു പാർട്ടി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ പ്രതിപക്ഷമാവണം എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഈയിടയ്ക്ക് എൻ്റെ നമ്മുടെ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ്റെ വാർഡ് മെമ്പർ പറഞ്ഞു,
അവരൊക്കെ കൂടി എൻ്റെ അടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വരികയാണ്. എന്നിട്ട് എന്നെ പറ്റി വാർഡ് മെമ്പർ കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ പണ്ട് കോൺഗ്രസ് ആയിരുന്നു, ഞാൻ ഒരു കാലത്തും കോൺഗ്രസ് ആയിട്ടില്ല, ഞാൻ എപ്പോഴും പ്രതിപക്ഷമാണ് എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ ഡയലോഗ്. അന്ന് നമ്മൾ ചെയ്യണേ. ഞാനത്